മുനമ്പം ഭൂമി തർക്കത്തിൽ നിർണായക നിയമ പോരാട്ടത്തിന് വഴിയൊരുങ്ങുന്നു. മുനമ്പത്തെ തർക്കഭൂമി വഖഫ് സ്വത്തല്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ സുപ്രധാന കണ്ടെത്തലിനെതിരെ കേരള വഖഫ് സംരക്ഷണ വേദി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ട്രൈബ്യൂണലിന്റെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടത് അധികാര പരിധിയുടെ ലംഘനമാണെന്നാണ് ഹർജിയിലെ പ്രധാന വാദം. വാർത്താ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. മുനമ്പത്തെ 404 ഏക്കർ ഭൂമി വഖഫ് സ്വത്തല്ലെന്ന കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണത്തിനെതിരെ കേരള വഖഫ് സംരക്ഷണ വേദിയാണ് സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ നൽകിയത്. മുനമ്പം ഭൂമി സംബന്ധിച്ച തർക്കം വഖഫ് ട്രൈബ്യൂണലിന്റെ പരിഗണനയിൽ ഇരിക്കെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഭൂമിയുടെ സ്വഭാവം സംബന്ധിച്ച് തീർപ്പ് കൽപ്പിച്ചത്. അധികാരപരിധിയുടെ ലംഘനമാണെന്നാണ് ഹർജിയിൽ ഇപ്പോൾ ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. 600ഓളം കുടുംബങ്ങളുടെ അവകാശങ്ങൾ പരിശോധിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സംസ്ഥാന സർക്കാർ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് അധികാരമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് പകരം ഭൂമി വഖഫ് ആണോ അല്ലയോ എന്ന് കോടതി വിധിച്ചത് നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് ഹർജിക്കാരുടെ നിലപാട്. 1950-ലെ ആധാരം വഖഫ് ആധാരമല്ലെന്നും വെറും ദാനാധാരം മാത്രമാണെന്നും അതിനാൽ മുനമ്പം ഭൂമി വഖഫ് പരിധിയിൽ വരില്ലെന്നുമായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ കണ്ടെത്തൽ. ഒപ്പം 1950-ൽ സിദ്ദിഖ് സേട്ട് ഫാറൂഖ് കോളേജിന് കൈമാറിയത് വഖഫ് ഭൂമി അല്ലെന്നും വഖഫ് ബോർഡ് 2019-ൽ ഈ ഭൂമി വഖഫാണെന്ന് അവകാശപ്പെട്ടത് ഭൂമി പിടിച്ചെടുക്കൽ തന്ത്രമാണെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒക്ടോബറിൽ രൂക്ഷമായി വിമർശിച്ചിരുന്നു. കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന മുനമ്പം നിവാസികളുടെ അനിശ്ചിതകാല സമരം 400 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഹൈക്കോടതി വിധി അനുകൂലമാണെങ്കിലും റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടാതുള്ള പ്രതിഷേധം ഇപ്പോൾ ശക്തമാണ്. ഒപ്പം ഹൈക്കോടതി വിധിക്കെതിരെ വഖഫ് ബോർഡും നിയമ നടപടികൾക്ക് ഒരുങ്ങുകയാണ് എന്നാണ് സൂചന. ട്രൈബ്യൂണലിൽ കേസ് നിലനിൽക്കുന്നതിനാൽ ഹൈക്കോടതി വിധി മറികടക്കാൻ നിയമപരമായ എല്ലാ സാധ്യതകളും തേടുമെന്ന് വഖഫ് ബോർഡ് വൃത്തങ്ങൾ സൂചിപ്പിക്കുകയാണ്. സ്വന്തം കിടപ്പാടത്തിന്റെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടാൻ മുനമ്പം നിവാസികളുടെ കാത്തിരിപ്പ് ഇതോടെ അനന്തമായി നീളുകയാണ്. ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവ് വന്നിട്ടും സർക്കാർ തുടർ നടപടികൾ എടുക്കാത്തതിനാലാണ് എതിർ കക്ഷികൾക്ക് അപ്പീൽ പോകാനുള്ള അവസരം ഒരുങ്ങിയതെന്ന് സമരസമിതിയുടെ ആരോപണം.